ഹലോ ഗൈസ്, ആദ്യം നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെക്കുകയാണ്. ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ. കാരണം നല്ല രീതി ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. മിക്സിംഗ് ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഇത് വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വിപ്പിംഗ് പൗഡറാണ്, ഇത് ചേർത്തിട്ടുണ്ട്. വെളുത്ത വിപ്പിംഗ് പൗഡർ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടിയത്. ആ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ ഈ വിപ്പിംഗ് പൗഡറിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ച ഫാറ്റി ആയിട്ടുള്ള മിൽക്ക് ഒരു 115 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്, വാനില എസൻസ് ഉണ്ട്, വിപ്പിംഗ് പൗഡർ ഇട്ടു. വിപ്പിംഗ് ക്രീം ആക്കാൻ വേണ്ടി നമ്മൾ ഹൈ സ്പീഡിൽ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് അത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റർ ഉപയോഗിച്ച് ചെയ്യാം, മിക്സിയുടെ ജാർ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെറ്റർ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ലത്. പക്ഷേ ഞാൻ ഹോം മെയ്ഡ് ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ ഹൈ സ്പീഡിൽ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് അത് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റ് ഹൈ സ്പീഡിൽ വേണം ചെയ്യാൻ. ഇതിൻ്റെ ഈ ടോപ്പിലേക്ക് ഇതിൻ്റെ പതയൊക്കെ പൊങ്ങി മുകളിലേക്ക് വരുന്ന ഒരു പരുവമുണ്ട്, ഒരു ഫ്ലഫി ആയിട്ട് വരുന്നതാണ്. അവിടെ വരെ ഹൈ സ്പീഡിൽ ഇത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ എടുക്കുകയാണ്. നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കൊക്കോ പൗഡർ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് അതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് എടുത്താൽ മതിയേ. നല്ലതായിട്ട് ആഡ് ചെയ്ത് അരിപ്പ് വെച്ച് നല്ലതായിട്ട് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇത് നല്ല കട്ടിയാകുന്നത് വരെ നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളിതിനെ ചോക്ലേറ്റ് ഐസ്ക്രീം ആക്കാൻ റെഡിയാക്കിയാണ്. നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് അതൊരു കട്ട് ആകുന്ന രൂപമാകുമ്പോൾ സ്റ്റൗ ഓഫാക്കുക. ഇതിപ്പോൾ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്കനായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് തണുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. നേരത്തെ നമ്മൾ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമാണ്, തയ്യാറാക്കി വെച്ച് വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് കടയിൽ നിന്ന് വിപ്പിംഗ് ക്രീം അല്ലാതെ മേടിക്കാൻ കിട്ടും, അത് ബീറ്റ് ചെയ്ത് മേടിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ചോക്ലേറ്റിൻ്റെ മിശ്രിതം ചേർത്ത് പിടിക്കുകയാണ് വേണ്ടിയത്. ഇപ്പം ഈ ചോക്ലേറ്റ് മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതിപ്പം നല്ലതായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമും നമ്മുടെ ചോക്കോ പൗഡർ ഇട്ട് കുറിയ മിശ്രിതവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ഇനി ഒന്ന് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒരു 4 to 5 മിനിറ്റ്സ് ഹൈ സ്പീഡ് ബീറ്റ് ചെയ്യുക. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററാണ് ഏറ്റവും നല്ലത്. നല്ലതായിട്ട് ഹൈ സ്പീഡിൽ അത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ മിശ്രിതം നമ്മൾ നല്ല ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയാണ്. നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കണേ. ചോക്കോ ചിപ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നട്ട്സ് ഇട്ട് കൊടുത്തു, പറങ്ങാണ്ടി നട്ട്സ്, ഒരു ഡെക്കറേഷന് ഒരു ഗാർണിഷിന് വേണ്ടി. ആവശ്യമുള്ളവർക്ക് ചോക്കോ ചിപ്സ് ചേർക്കുന്നതാണ് ഇത് ഏറ്റവും നല്ല ബെറ്റർ.
ഇപ്പം അടിപൊളിയായിട്ട് ഇത് ചേർത്തിരിക്കുന്നു. ഇനി എയർ ടൈറ്റ്നറായിട്ടുള്ള നല്ല ഒരു ഇത് ചേർത്ത് അടച്ച് നമ്മൾ ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ തണുക്കാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച മിശ്രിതം ഓപ്പൺ ചെയ്ത് നോക്കാൻ പോയാണ്. ഓപ്പൺ ചെയ്തു. 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചായിരുന്നു. ഓക്കെ, നല്ല കട്ട പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് വീണ്ടും ആ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി ഹാൻഡ് മെയ്ഡ് വിക്സ് കൊണ്ട് വീണ്ടും ഒരു 4 to 5 മിനിറ്റ്സ് നല്ലതായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റർ മെഷീൻ ഇല്ല, നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 4 to 5 മിനിറ്റ്സ് ബീറ്റ് ചെയ്യണം. വിസ്ക് ഉപയോഗിച്ച് നല്ലതായിട്ട് ബീറ്റ് ചെയ്യാണ്. ഹൈ സ്പീഡ് ചെയ്യണം. രസമുണ്ട് കാണാൻ ഭയങ്കര. എന്താ ഭംഗിയെന്നറിയോ. ഇതെല്ലാം കഴിഞ്ഞ് സൂപ്പറാണേ. വീണ്ടും നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് വീണ്ടും കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ ഇത് അടച്ച് ഒരു കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസ് ചെയ്യുകയാണ്. ഒരു 8 മണിക്കൂർ വീണ്ടും ഫ്രീസ് ചെയ്യുക. എന്നിട്ട് തുറന്ന് നോക്കി നമുക്ക് ഐസ്ക്രീം എടുത്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഫ്രീസറിൽ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം. നമ്മൾ 8 മണിക്കൂർ മാറ്റി വെച്ചായിരുന്നു. ഇതെടുത്ത് പാകത്തിൽ നിന്ന് നമ്മളെടുത്ത് സെർവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഒരു സ്കൂപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഐസ്ക്രീം നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. എന്താ ഭംഗി. നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇപ്പോൾ റെഡിയായി കേട്ടോ. ഇനിയും സെർവ് ചെയ്താൽ മാത്രമേ സൂപ്പർ ഡെലീഷ്യസ് ആണ് ഈ ഐസ്ക്രീം.